ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മനൂസ് വോയിസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സൂര്യ നായകനായി എത്തിയ ഏറ്റവും പുതിയ സിനിമയായ കറുപ്പ് എന്ന സിനിമയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ സുകുമാരൻ എന്നൊരാൾ തന്റെ മകളായ ബിനുവിനെയും കൂട്ടി ട്രെയിനിൽ ചെന്നൈയിലേക്ക് വരുന്നതായാണ് കാണിക്കുന്നത്. അവർ വന്നുകൊണ്ടിരുന്ന ട്രെയിൻ ആണെങ്കിൽ അവർക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പിന് തൊട്ടു മുമ്പുള്ള സ്റ്റോപ്പിൽ നിർത്തിയിടുകയാണ്. അവരുടെ സ്ഥലം അവിടെ നിന്നും തൊട്ടടുത്തായതിനാൽ ഇവിടെ നിന്നും ഒരു ഓട്ടോയ്ക്ക് പോകാമെന്നും കരുതി സുകുമാരനും ബിനുവും അവിടെ ഇറങ്ങുകയാണ്. അതേസമയം മുഖമെല്ലാം മറച്ച 2-3 കള്ളന്മാർ സുകുമാരന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗും ബിനുവിന്റെ കഴുത്തിലുണ്ടായിരുന്ന മാലയും എല്ലാം തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുകയാണ്. സുകുമാരൻ അവരെല്ലാം തടയാൻ നോക്കിയെങ്കിലും കള്ളന്മാർ സുകുമാരനെ അടിച്ചു വീഴ്ത്തി അവിടെ നിന്നും പോവുകയും ചെയ്തു. ഉടൻ തന്നെ സുകുമാരൻ തന്റെ മകൾ ബിനുവിനെയും കൂട്ടി അടുത്തുണ്ടായിരുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് പോയി തന്റെ ബാഗ് കള്ളന്മാർ തട്ടിക്കൊണ്ടുപോയെന്നും ആ ബാഗിലാണെങ്കിൽ 60 പവൻ സ്വർണം ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് പോലീസിൽ പരാതി കൊടുക്കുകയാണ്. സുകുമാരൻ എന്തിനാണ് 60 പവൻ സ്വർണവും തന്റെ മകൾ ബിനുവിനെയും കൂട്ടി ഈ ചെന്നൈയിലേക്ക് വന്നിരിക്കുന്നതെന്നല്ലേ? സുകുമാരന്റെ മകൾ ബിനുവിന്റെ ലിവർ ഫെയിലിയർ ആയിരിക്കുകയാണ്. അതിനാൽ ചെന്നൈയിലുള്ള ആശുപത്രിയിൽ വെച്ച് ബിനുവിന്റെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അവരിപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് 10-30 ലക്ഷം രൂപയാകുമായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു സുകുമാരൻ ആ സ്വർണം കൊണ്ടുവന്നിരുന്നത്. അടുത്ത ദിവസം പോലീസുകാർ ആ ഏരിയയിലുള്ള കള്ളന്മാരെ എല്ലാം പിടിച്ചുകൊണ്ടുവന്നതിന് ശേഷം സുകുമാരനെയും ബിനുവിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ്. എന്നിട്ട് സുകുമാരനോട് നിങ്ങളുടെ ബാഗും തട്ടിക്കൊണ്ടുപോയവർ ഈ കൂടെ ഉണ്ടോ എന്ന് നോക്കാൻ പറയുകയാണ്. എന്നാൽ ബാഗും തട്ടിക്കൊണ്ടുപോയ കള്ളന്മാർ മുഖം മറച്ചിരുന്നതിനാൽ തന്നെ അവർക്ക് അടയാളമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല. അതേസമയം പോലീസ് പിടിച്ചുകൊണ്ടുവന്നതിലെ 2 കള്ളന്മാർ സുകുമാരന്റെയും ബിനുവിന്റെയും കാല് പിടിച്ചുകൊണ്ട് സത്യമായിട്ട് നിങ്ങളുടെ ബാഗ് എടുത്തത് ഞങ്ങളല്ല, ഈ പോലീസുകാരാണെങ്കിൽ ഞങ്ങളെ വളരെയധികം ഉപദ്രവിക്കുന്നുണ്ട്, ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണമെന്ന് പറയുന്നു. സത്യത്തിൽ ഇപ്പോൾ കാല് പിടിച്ച് കരഞ്ഞവർ തന്നെയായിരുന്നു സുകുമാരന്റെ ബാഗും തട്ടിക്കൊണ്ടുപോയവർ. അതാണെങ്കിൽ പോലീസുകാർ കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ പോലീസുകാർ സുകുമാരന്റെ സ്വർണം വീണ്ടെടുക്കുകയും ചെയ്തു. തിരികെ കിട്ടിയ സ്വർണം സുകുമാരൻ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അതിലാണെങ്കിൽ ആകെ 45 പവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലുണ്ടായിരുന്ന ബാക്കി 15 പവൻ സ്വർണം പോലീസുകാർ തന്നെയാണ് മാറ്റിവെച്ചിരിക്കുന്നതും. എന്നാൽ പോലീസുകാർ സുകുമാരനോട് ആ 15 പവൻ സ്വർണം കള്ളന്മാർ ഇന്നലെ രാത്രി തന്നെ ചെലവാക്കിയതാണെന്നും പറയുന്നു. അത് മാത്രമല്ല, തിരികെ കിട്ടിയ 45 പവൻ സ്വർണമാണെങ്കിൽ പോലീസുകാർ സുകുമാരന്റെ കയ്യിൽ കൊടുക്കാതെ തിരികെ കിട്ടിയ തൊണ്ടി മുതൽ കോടതി വഴിയെ വാങ്ങാൻ കഴിയൂ എന്നും പറയുന്നു. അതോടൊപ്പം ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഒരു കോൺസ്റ്റബിൾ ബേബിക്കണ്ണൻ എന്നൊരു അഡ്വക്കേറ്റിന്റെ വിസിറ്റിംഗ് കാർഡ് എടുത്ത് സുകുമാരന് കൊടുത്തിട്ട് ഈ അഡ്വക്കേറ്റിനെ പോയി കണ്ടാൽ സ്വർണം വേഗം തിരികെ കിട്ടുമെന്നും പറയുന്നു. അതേസമയം സീൻ കട്ടായി കോടതി റൂം കാണിക്കുകയാണ്. അവിടെയാണെങ്കിൽ പ്രായമായ ശങ്കരൻ എന്ന ഒരാളുടെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കേസ് എന്തെന്നാൽ 2007 കാലഘട്ടത്തിൽ ഈ ശങ്കരൻ തന്റെ സ്ഥലം ഒരു ബിസ്ക്കറ്റ് കമ്പനിക്ക് ലീസിന് കൊടുത്തിരുന്നു. ലീസ് തീർന്നിട്ടും ആ കമ്പനി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ശങ്കരൻ കേസ് ഫയൽ ചെയ്തിരുന്നു. എന്നാൽ ശങ്കരന്റെ കേസ് ഇല്ലാതാക്കുന്നതിനായി ആ ബിസ്ക്കറ്റ് ഫാക്ടറിയിലെ ആളുകൾ ശങ്കരൻ തങ്ങളെ എല്ലാവരെയും അടിച്ചു എന്നും പറഞ്ഞ് കള്ളക്കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. അതിന്റെ വാദമാണിപ്പോൾ ആ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതും. ശങ്കരന് വേണ്ടി കേസ് വാദിക്കുന്നത് ഈ സിനിമയിലെ നായികയായ പ്രീതിയാണ്. പ്രീതി നല്ല രീതിയിൽ തന്നെ കേസ് വാദിച്ച് ബിസ്ക്കറ്റ് ഫാക്ടറിക്കാർ കൊടുത്തിരിക്കുന്നത് കള്ളക്കേസാണെന്ന് കോടതിയിൽ തെളിയിക്കുകയും ചെയ്തു. ബിസ്ക്കറ്റ് കമ്പനിക്കാർക്ക് വേണ്ടി വാദിക്കാൻ വന്നിരുന്നത് ബേബിക്കണ്ണൻ എന്ന വക്കീലായിരുന്നു. ഈ ബേബിക്കണ്ണനെ കാണാനാണ് സുകുമാരനോട് കോൺസ്റ്റബിൾ പറഞ്ഞു വിട്ടതും. ബേബിക്കണ്ണൻ ജഡ്ജിയോട് എനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഞാനൊരു റിട്ടൺ ആർഗ്യുമെന്റ് ആയിട്ട് എഴുതി സാറിന്റെ ടേബിളിൽ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇതിലെ പ്രധാന തെളിവ് പേജ് നമ്പർ 5-ലും ഉണ്ടെന്ന് പറയുന്നു. ജഡ്ജി ബേബിക്കണ്ണന്റെ ഫയൽ എടുത്ത് നോക്കുകയാണ്. ആ ഫയലിൽ ശരിക്കും ജഡ്ജിക്കുള്ള കൈക്കൂലി ഓഫർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകണ്ട ജഡ്ജി ആണെങ്കിൽ കേസിന്റെ വിധി ബിസ്ക്കറ്റ് ഫാക്ടറിക്ക് അനുകൂലമായി എഴുതുകയും അതോടൊപ്പം ശങ്കരൻ ബിസ്ക്കറ്റ് ഫാക്ടറിക്കാരെ ഉപദ്രവിച്ചത് സത്യമാണെന്നും ഇതിന് ശിക്ഷയായി ശരിക്കും ശങ്കറിനെ ജയിലിലാണ് ഇടേണ്ടത്, ശങ്കറിന്റെ വയസ്സിനെ മാനിച്ച് ജാമ്യത്തുകയായിട്ട് 1 ലക്ഷം രൂപ കെട്ടിയിട്ട് പോയിക്കോളാൻ പറയുന്നു. അത് മാത്രമല്ല, കോർട്ടിന്റെ അനുവാദമില്ലാതെ നിങ്ങൾ ഇനി ആ സ്ഥലത്തേക്ക് പോകാനും പാടില്ലെന്ന് പറയുന്നു. അതായത് ആ കോടതിയിൽ ശരിക്കും നീതി നോക്കിയായിരുന്നില്ല ജയം തീരുമാനിച്ചിരുന്നത്, മറിച്ച് കാശ് നോക്കിയായിരുന്നു. അതേസമയം സുകുമാരൻ തന്റെ മകൾ ബിനുവിനെയും കൂട്ടി ബേബിക്കണ്ണനെ കാണാനായി ആ കോടതിയിൽ എത്തിയിരുന്നു. അവരിപ്പോൾ ആ കോടതി കോമ്പൗണ്ടിനകത്തുള്ള ഒരു അമ്പലത്തിനടുത്താണ് നിൽക്കുന്നത്. ആ അമ്പലത്തിലെ വിഗ്രഹത്തിനാണെങ്കിൽ മറ്റുള്ള അമ്പലങ്ങളിലെ പോലെ ഭസ്മവും ചന്ദനവും ഒന്നും ആയിരുന്നില്ല ചാർത്തിക്കൊണ്ടിരുന്നത്. നല്ല വത്തൽമുളക് എടുത്ത് കല്ലിൽ അരച്ച് അതായിരുന്നു ചാർത്തിക്കൊണ്ടിരുന്നത്. അത് കണ്ട സുകുമാരൻ അവിടെ ഉണ്ടായിരുന്ന പൂജാരിയോട് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഏതാണെന്ന് ചോദിക്കുകയാണ്. അതിനാ പൂജാരി ഇത് വേട്ടക്കറുപ്പ് സ്വാമിയാണ്, ഈ കോടതിക്ക് തീർക്കാൻ കഴിയാത്ത കേസ് പോലും ഇവിടെ വന്ന് മുളകരിച്ച് ഈ കറുപ്പുസ്വാമിയുടെ ദേഹത്ത് പുരട്ടിയിട്ട് പ്രാർത്ഥിച്ചാൽ ഈ കറുപ്പുസ്വാമി അത് സാധിച്ചു തരും. അങ്ങനെ സുകുമാരൻ ഇപ്പോൾ ബേബിക്കണ്ണന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. തന്റെ 60 പവൻ സ്വർണത്തിലെ
മിച്ചം കിട്ടിയ 45 പവൻ സ്വർണം വാങ്ങുന്നതിന് വേണ്ടിയാണ് സുകുമാരൻ ശരിക്കും ഈ കോടതിയിലേക്ക് വന്നിരിക്കുന്നത്. സുകുമാരന്റെ അഡ്വക്കേറ്റ് ബേബി കണ്ണൻ ഈ കാര്യം കോടതിയെ അറിയിച്ചെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നിന്നും സ്വർണം ആരും കൊണ്ടുവരാത്തതിനാൽ കേസ് അടുത്ത ഹിയറിംഗിന് മാറ്റിവെക്കുകയും ചെയ്തു. കേസൊന്നും നടന്നില്ലെങ്കിലും ഫീസ് വാങ്ങാൻ ബേബി കണ്ണൻ മറന്നിരുന്നില്ല. അങ്ങനെ സുകുമാരന്റെ കേസിന്റെ അടുത്ത ഹിയറിംഗ് ദിവസം വന്നു. എന്നാൽ ഇന്നും പോലീസ് സ്റ്റേഷനിൽ നിന്നും ആരും തന്നെ ആ സ്വർണവുമായി വന്നിരുന്നില്ല. അതിനാൽ തന്നെ കേസ് വീണ്ടും അടുത്ത ഹിയറിംഗിലേക്ക് മാറ്റി. കേസ് നടന്നാലും ഇല്ലെങ്കിലും വക്കീൽ ഫീസ് കറക്റ്റ് ആയിട്ട് തന്നെ ബേബി കണ്ണൻ വാങ്ങുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല ഹിയറിംഗ് ദിവസം ബേബി കണ്ണന്റെ ജൂനിയേഴ്സിന്റെയും എല്ലാം സകല ചെലവും നോക്കിയതും സുകുമാരൻ തന്നെയാണ്. അതായത് അവർക്കെല്ലാവർക്കും കഴിക്കാനുള്ളത് മാത്രമല്ല അവർക്കെല്ലാവർക്കും വീട്ടിലേക്കുള്ള പാഴ്സൽ വരെ സുകുമാരന്റെ പൈസക്കാണ് വാങ്ങിയതും. ഇതിലൊരു ടിസ്റ്റ് കൂടി ഉണ്ടായിരുന്നു. അതെന്താണെന്നാൽ ഈ ബേബി കണ്ണൻ തന്നെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അവിടെയുള്ള പോലീസിന് കൈക്കൂലിയും കൊടുത്ത് സ്വർണവും കൊണ്ട് കോടതിയിൽ ഹാജരാകരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതേസമയം ബിനു ബേബി കണ്ണനോട് തങ്ങളുടെ സ്വർണം ശരിക്കും 60 പവൻ ഉണ്ടായിരുന്നു, എന്നാൽ പോലീസുകാർ 45 പവനെ കണക്കിൽ കാണിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നു. അത് കേട്ട ബേബി കണ്ണൻ ഉടൻ തന്നെ ആ പോലീസ് സ്റ്റേഷനിലെ SIയെ ഫോൺ ചെയ്യുകയാണ്. എന്നിട്ട് SIയോട് 60 പവൻ സ്വർണത്തിൽ ബാക്കി 15 പവൻ എവിടെയെന്ന് ചോദിക്കുകയാണ്. അതിന് SI ബേബി കണ്ണനോട് FIRൽ എത്രയാണ് എഴുതിയിരിക്കുന്നത് അതാണ് കണക്ക്, ഇതൊക്കെ ചോദിക്കാൻ താൻ ആരാ എന്ന് ചോദിക്കുന്നു. ബേബി കണ്ണന്റെ ഫോൺ ലൗഡ് സ്പീക്കറിലായിരുന്നതിനാൽ തന്നെ അത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു. ഒപ്പം സുകുമാരനും ബിനുവും അത് കേൾക്കുകയും ചെയ്തു. അതിൽ ഈഗോ അടിച്ച ബേബി കണ്ണനാണെങ്കിൽ തന്റെ ആളുകളെ എല്ലാം കൂട്ടി ആ പോലീസ് സ്റ്റേഷന് മുന്നിൽ പോയി ഈ ഇൻസ്പെക്ടർ ഒരു കൈക്കൂലിക്കാരിയാണെന്നും പറഞ്ഞ് സമരം ചെയ്യുകയാണ്. എന്തിനേറെ ആ സമരത്തിലേക്കാണെങ്കിൽ പത്രക്കാർ വരെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ അവസാനം ആ ഇൻസ്പെക്ടർ ബേബി കണ്ണനുമായി സംസാരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ബേബി കണ്ണൻ പറഞ്ഞതിന്റെ പേരിലാണ് അവിടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾ ആ 15 പവൻ സ്വർണം കണക്കിൽപ്പെടുത്താതെ മാറ്റിവെച്ചത്. ആ 15 പവൻ സ്വർണം SI ബേബി കണ്ണന് നൽകുകയാണ്. അത് കണ്ട ബേബി കണ്ണൻ SIയോട് ഈ സ്വർണം കിട്ടിയാൽ ഞാൻ ഇവിടെ നിന്നും പോകാം, പക്ഷേ അവിടെ സമരം ചെയ്യുന്ന എന്റെ ആളുകൾ പോകണമെങ്കിൽ അവർക്കും എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. വേറെ വഴിയൊന്നുമില്ലാതിരുന്ന SI താൻ വാങ്ങി വെച്ചിരുന്ന കൈക്കൂലിയിൽ നിന്നും കുറെ പൈസ എടുത്ത് ബേബി കണ്ണന് കൊടുക്കുകയാണ്. ബേബി കണ്ണനാണെങ്കിൽ ആ സ്റ്റേഷനിൽ നിന്നും കിട്ടിയ 15 പവൻ സ്വർണം ഒളിപ്പിച്ചു വെച്ചതിനു ശേഷം SI കൊടുത്ത കൈക്കൂലി പൈസയുമായി നേരെ സുകുമാരന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് സുകുമാരനോട് ആ 15 പവൻ സ്വർണം ശരിക്കും ആ കള്ളന്മാര് തന്നെ ചെലവാക്കിയതാണ്, അതിൽ നിന്നും കുറച്ച് പൈസ മാത്രമേ തിരികെ കിട്ടിയുള്ളൂ എന്നും പറഞ്ഞ് ആ പൈസ സുകുമാരനെ ഏൽപ്പിക്കുന്നു. 15 പവൻ സ്വർണത്തിന് പകരം കുറച്ച് പൈസയെങ്കിലും കിട്ടിയല്ലോ എന്നോർത്ത് സുകുമാരൻ ആശ്വസിക്കാൻ തുടങ്ങുമ്പോഴാണ് ബേബി കണ്ണൻ സുകുമാരനോട് നമുക്ക് വേണ്ടിയാണ് ഈ സമരക്കാരെല്ലാവരും വന്നിരിക്കുന്നത്, അതിനാൽ ഇവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്നും പറഞ്ഞ് സുകുമാരന്റെ കയ്യിൽ നിന്നും ആ കാശ് തിരികെ വാങ്ങി അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും കൊടുക്കുകയാണ്. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഓരോ മാസവും 2-3 തവണ വെച്ച് സുകുമാരൻ ആ കോടതി കയറി ഇറങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത്ര നാളായിട്ടും സുകുമാരൻ ആ സ്വർണം തിരികെ കിട്ടിയതുമില്ല. ഓരോ തവണയും ഹിയറിംഗിന് വരുമ്പോൾ സ്വർണം കിട്ടിയില്ലെങ്കിലും വക്കീൽ ഫീസും എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡും സുകുമാരന്റെ കയ്യിൽ നിന്നും ബേബി കണ്ണൻ കറക്റ്റ് ആയിട്ട് വാങ്ങിയിരുന്നു. മാസങ്ങൾ കടന്നു പോകുന്നതിനോടൊപ്പം തന്നെ ബിനുവിന്റെ നിലയും മോശമായിക്കൊണ്ടിരുന്നു. അങ്ങനെ അവസാനം സഹികെട്ട ബിനു അച്ഛൻ സുകുമാരനോട് നമുക്ക് ആ സ്വർണം ഇനി തിരികെ കിട്ടുമെന്ന് തോന്നുന്നില്ല, നമ്മൾ ഇനിയും ഇവിടെ നിന്നാൽ നമ്മുടെ കയ്യിലുള്ള പൈസ കൂടി അവർ തിന്നു തീർക്കും, അതിനാൽ നമുക്ക് ഇവിടെ നിന്നും തിരികെ നമ്മുടെ നാട്ടിലേക്ക് തന്നെ പോകാം. അതിന് സുകുമാരൻ ഇല്ല മോളെ, നാളെ ഉറപ്പായിട്ടും നമ്മുടെ സ്വർണം തിരികെ കിട്ടും, ആ വക്കീല് ബേബി കണ്ണൻ ഉറപ്പ് തന്നിട്ടുണ്ട്, അത് കിട്ടിയാൽ ഉടൻ തന്നെ നമുക്കത് വിറ്റിട്ട് നിന്റെ ഓപ്പറേഷനും കഴിഞ്ഞ് ഇവിടെ നിന്നും പോകാം. അടുത്ത ദിവസം സുകുമാരന്റെ ഡോക്യുമെന്റ്സ് എല്ലാം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. അതോടൊപ്പം പോലീസ് സ്റ്റേഷനിൽ നിന്നും സ്വർണവുമായി ഒരു പോലീസുകാരൻ വരികയും ചെയ്തു. സ്വർണം കറക്റ്റായിട്ട് ജഡ്ജിയുടെ മേശപ്പുറത്തേക്ക് വന്നതും എന്തോ ഒരു എമർജൻസിക്കായി ജഡ്ജി വീട്ടിലേക്ക് പോവുകയാണ്. അത് കണ്ട് സകല നിയന്ത്രണവും പോയ സുകുമാരൻ ജഡ്ജിയോട് എന്റെ സ്വർണം തന്നിട്ട് നിങ്ങൾ എവിടേക്ക് വേണമെങ്കിലും പൊയ്ക്കോളൂ, 4 മാസമായി ഞാൻ എന്റെ സ്വർണത്തിന് വേണ്ടി അലയുകയാണ്. അത് കേട്ട ജഡ്ജി ആണെങ്കിൽ സുകുമാരനെ ഒന്ന് ദേഷ്യത്തിൽ നോക്കിയിട്ട് അവിടെ നിന്നും പോവുകയാണ്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ജഡ്ജിയോട് സുകുമാരൻ അങ്ങനെ പെരുമാറിയതിന്റെ പേരിൽ സുകുമാരന്റെ വക്കീലായ ബേബി കണ്ണന് ജഡ്ജി നല്ല രീതിയിൽ തന്നെ വഴക്കു പറയുകയും ചെയ്തു. അതിനാൽ ബേബി കണ്ണൻ സുകുമാരന്റെ അടുത്ത് വന്നിട്ട് ഒരു ജഡ്ജിയോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. അതിന് സുകുമാരൻ ബേബി കണ്ണനോട് നിങ്ങൾ എന്റെ സ്വർണം മുഴുവൻ തട്ടിയെടുക്കുന്നതിന് വേണ്ടി ഈ കേസ് ഒരിക്കലും അവസാനിക്കാതിരിക്കാൻ വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ദേഷ്യത്തിൽ പറയുകയാണ്. സുകുമാരൻ പറഞ്ഞത് സത്യമായിരുന്നെങ്കിലും ബേബി കണ്ണന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ അത് കേട്ടതും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സുകുമാരനിട്ട് ഒരു അടി വെച്ചു കൊടുക്കുകയാണ്. ബേബി കണ്ണനാണെങ്കിൽ സുകുമാരനോട് ഓഹോ, അപ്പോൾ കാര്യങ്ങളെല്ലാം അങ്ങനെയായല്ലേ, അങ്ങനെയാണെങ്കിൽ ഈ സ്വർണം നീ എങ്ങനെ വാങ്ങിച്ചെടുക്കുമെന്ന് നോക്കാം എന്നും പറഞ്ഞ് ബേബി കണ്ണൻ അവിടെ നിന്നും പോവുകയാണ്. അതെല്ലാം കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ സുകുമാരൻ ആ കോടതി വളപ്പിനകത്തുണ്ടായിരുന്ന അമ്പലത്തിനടുത്ത് ഇരിക്കുകയാണ്. അതേസമയം സുകുമാരന്റെ അടുത്ത്
അടുത്തേക്ക് ഒരാൾ വരികയാണ്. എന്നിട്ട് അയാൾ സുകുമാരനോട്, ഞാൻ 30 വർഷം മുമ്പ് ഒരു കേസിന് വേണ്ടിയാണ് ഇവിടേക്ക് വന്നത്. ഒരു ആക്സിഡന്റിൽ എന്റെ ഫാമിലി മുഴുവൻ മരിച്ചുപോയി. ഞാൻ മാത്രമാണ് ആ ആക്സിഡന്റിൽ നിന്നും രക്ഷപ്പെട്ടത്. എന്റെ ഏരിയയിലുള്ള MLA ഞാനും മരിച്ചുപോയി എന്നും പറഞ്ഞ് എന്റെ സ്വത്തെല്ലാം തട്ടിയെടുക്കുകയും ചെയ്തു. ഞാൻ ജീവനോടെ ഉണ്ടെന്നുള്ളതിന് തെളിവിനായി കേസ് നടത്തുന്നതിന് വേണ്ടി വന്നതാണ് ഇവിടെ. 17 വർഷം ഞാൻ ആ കേസ് നടത്തി. അവസാനം എന്റെ കയ്യിലുണ്ടായിരുന്ന പൈസയെല്ലാം തീരുകയും ചെയ്തു. എനിക്ക് ഇവിടെ നിന്നും ഒരു നീതിയും ലഭിച്ചില്ല. ഇപ്പോൾ ഇവിടെ വരുന്നവർ തരുന്ന ഓരോരോ ചെറിയ ജോലികൾ ചെയ്ത് ഞാൻ ജീവിക്കുകയാണ്. ഞാൻ ജീവനോടെ ഉണ്ടെന്നുള്ളതിന് തെളിവൊന്നുമില്ലാത്തതിനാൽ തന്നെ ഇവിടെയുള്ള എല്ലാവരും എന്നെ പേ എന്നാണ് വിളിക്കുന്നത്. അതെല്ലാം കേട്ട് സുകുമാരന്റെ സങ്കടം കൂടുകയായിരുന്നു. അങ്ങനെ സുകുമാരൻ ആ അമ്പലത്തിലെ പൂജാരി പറഞ്ഞതുപോലെ അവിടെ ഉണ്ടായിരുന്ന മുളകെടുത്ത് അരച്ച് ആ അമ്പലത്തിലെ പ്രതിഷ്ഠയായ കറുപ്പുസ്വാമിയുടെ ദേഹത്ത് പൂശിയതിനു ശേഷം അവിടെ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. അതേസമയം സീൻ കട്ടായി ബേബിക്കണ്ണനെ കാണിക്കുകയാണ്. ബേബിക്കണ്ണൻ ഇവിടെ സിനിമയുടെ തുടക്കത്തിൽ ഒരു ബിസ്ക്കറ്റ് ഫാക്ടറിക്കാരന്റെ കേസ് ജയിപ്പിച്ചു കൊടുത്തിരുന്നല്ലോ. അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയിൽ പങ്കെടുക്കാൻ വന്നതായിരുന്നു ബേബിക്കണ്ണൻ. അങ്ങനെ പാർട്ടിയെല്ലാം അടിപൊളിയായി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് വേട്ടക്കറുപ്പ് സ്വാമി വരുന്നത്. അക്രമങ്ങൾ ഇല്ലാതാക്കാനായി ദൈവം നേരിട്ടിറങ്ങി വന്നിരിക്കുകയാണ്. നമ്മുടെ ഈ സിനിമയിലെ നായകനായ സൂര്യയാണ് കറുപ്പുസ്വാമിയായി വന്നിരിക്കുന്നത്. കറുപ്പുസ്വാമി ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന വില്ലന്മാരെ എല്ലാം ഇടിച്ചു പൊളിക്കുകയാണ്. അവസാനം അടിച്ചു കിളിപോയിരുന്ന ബേബിക്കണ്ണന്റെ അടുത്തേക്ക് കറുപ്പുസ്വാമി വരികയാണ്. എന്നിട്ട് ബേബിക്കണ്ണനോട്, ഞാൻ വേട്ടക്കറുപ്പുസ്വാമിയാണെന്ന് പറയുന്നു. അടിച്ചു കിളിപോയിരുന്ന ബേബിക്കണ്ണനാണെങ്കിൽ അത് വിശ്വസിച്ചതുമില്ല. അതിനാൽ കറുപ്പുസ്വാമി ബേബിക്കണ്ണന് ഒറിജിനൽ നരകം നേരിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ടപ്പോഴാണ് ബേബിക്കണ്ണന് തന്റെ മുമ്പിലുള്ളത് ശരിക്കുള്ള കറുപ്പുസ്വാമി തന്നെയാണെന്ന് മനസ്സിലായത്. കറുപ്പുസ്വാമി ബേബിക്കണ്ണനോട്, നീ സുകുമാരന്റെ സ്വർണം വാങ്ങിച്ചു കൊടുക്കാത്തതിനാൽ നിനക്കുള്ള ശിക്ഷ തരുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അത് കേട്ട ബേബിക്കണ്ണനാണെങ്കിൽ, ഞാൻ കോടതിയിലുള്ള എല്ലാവർക്കും കൈക്കൂലി കൊടുത്തിട്ട് നാളെ തന്നെ സുകുമാരന്റെ സ്വർണം വാങ്ങിക്കൊടുത്തോളാം എന്ന് പറയുന്നു. അത് കേട്ട കറുപ്പുസ്വാമി, കൈക്കൂലി കൊടുക്കാനോ? അതും എന്റെ മുമ്പിൽ വെച്ച് പറയാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു എന്നും ചോദിച്ച് കറുപ്പുസ്വാമി ബേബിക്കണ്ണനെ അവിടെ ഉണ്ടായിരുന്ന തീയിലേക്ക് ഇടാൻ പോവുകയാണ്. അതിന് ബേബിക്കണ്ണൻ, ഞങ്ങൾക്ക് കൈക്കൂലി കൊടുത്തും വാങ്ങി ശീലമായി പോയി. കൈക്കൂലി ഇല്ലാതെ ഇവിടെ ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. അതിന് ഏത് ദൈവം വന്നാലും ഒരു മാറ്റവും വരാനും പോകുന്നില്ല. അതിന് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ നീതിയുടെ ദൈവമല്ലേ? നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ കോടതിയിൽ വന്ന് നേർമയോടെ ആ സ്വർണം വാങ്ങിച്ചു കൊടുത്തു നോക്ക്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾ തരുന്ന ഏത് ശിക്ഷയും ഞാൻ സ്വീകരിച്ചു കൊള്ളാം. അത് കേട്ട് കറുപ്പുസ്വാമി കുറച്ചുനേരം എന്തോ ആലോചിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ബേബിക്കണ്ണനെ നോക്കി ചെറുതായി ഒന്ന് ചിരിക്കുകയാണ്. അടുത്ത ദിവസം കറുപ്പുസ്വാമി ശരവണൻ എന്ന പേരിൽ ഒരു വക്കീലായി ആ കോടതിയിലേക്ക് വരികയും സുകുമാരന്റെ കേസ് ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ സുകുമാരന്റെ കേസ് വീണ്ടും കോടതിയിലെത്തി. കേസ് തുടങ്ങുമ്പോഴാണ് ഒരു ട്വിസ്റ്റ്. ശരവണനെ കൂടാതെ വേറെ 3 വക്കീലന്മാർ ഇത് തങ്ങളുടെ കേസാണ് എന്നും പറഞ്ഞ് ആ കോടതിയിൽ ഹാജരായിട്ടുണ്ടായിരുന്നു. അത് കണ്ട ജഡ്ജിയാണെങ്കിൽ ആദ്യം ഇത് നിങ്ങളിൽ ആരുടെ കേസാണ് എന്ന് തീരുമാനിക്കാൻ പറഞ്ഞ് അവരെ 4 പേരെയും പറഞ്ഞു വിടുകയും ചെയ്തു. ഇതെല്ലാം ഈ സിനിമയിലെ നായികയായ പ്രീതിയും കാണുന്നുണ്ടായിരുന്നു. പ്രീതി ശരവണന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ആ 3 പേരും അത്ര വലിയ വില്ലന്മാരൊന്നുമല്ല. പുതിയതായി വരുന്ന എല്ലാ വക്കീൽമാരോടും അവരിങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഒരു 500-1000 വെച്ച് കൊടുത്താൽ അവർ അവരുടെ കേസ് വാപ്പസ് വാങ്ങിച്ചോളും എന്ന് പറയുന്നു. അത് കേട്ട ശരവണനും, എങ്കിൽ അവരുടെ അടുത്തേക്ക് എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകാമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ പ്രീതി ശരവണനെയും കൂട്ടി അവരുടെ അടുത്തേക്ക് പോവുകയാണ്. ശരവണൻ അവരോട്, ദയവ് ചെയ്ത് നിങ്ങൾ ആ പെറ്റീഷൻ പിൻവലിക്കണം എന്ന് പറയുന്നു. അതിനവർ, ഈ കേസിൽ 45 പവൻ സ്വർണമാണുള്ളത്, അതിലൊരു ഷെയർ തന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ കേസ് പിൻവലിച്ചോളാം എന്ന് പറയുന്നു. അത് കേട്ട് ദേഷ്യം വന്ന ശരവണൻ അവിടെ ഉണ്ടായിരുന്ന ടൈം സ്റ്റോപ്പ് ചെയ്യുകയാണ്. അതായത് കാലത്തെ തന്നെ നിയന്ത്രിച്ച് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും അനങ്ങാൻ കഴിയാത്ത വിധം ആക്കുകയാണ്. അതോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന പ്രീതിക്ക് താൻ ആരാണെന്നുള്ള കാര്യം വെളിപ്പെടുത്തുകയും ചെയ്തു. അതറിഞ്ഞ പ്രീതിക്കാണെങ്കിൽ വളരെയധികം സന്തോഷമാവുകയും ചെയ്തു. കാരണം താൻ ആരാധിച്ചുകൊണ്ടിരുന്ന ദൈവമാണ് തന്റെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. ശരവണൻ താൻ കറുപ്പുസ്വാമി ആണെന്നുള്ള കാര്യം പ്രീതിയെ അറിയിക്കാൻ കാരണം ആ കോടതിയിൽ ഉണ്ടായിരുന്ന വക്കീലന്മാരിൽ പ്രീതി മാത്രമാണ് കൈക്കൂലി ഒന്നും വാങ്ങാതെ കേസ് നടത്തിക്കൊണ്ടിരുന്ന ഒരേ ഒരാൾ. പ്രീതിയെ വെച്ച് ശരവണൻ ആ 3 പേരുടെയും കയ്യിലുണ്ടായിരുന്ന പെറ്റീഷൻ പേപ്പർ കീറിക്കളയുകയും ചെയ്തു. ഇതെല്ലാം ആ റൂമിന് വെളിയിലുണ്ടായിരുന്ന ബേബിക്കണ്ണൻ കാണുന്നുമുണ്ടായിരുന്നു. ബേബിക്കണ്ണൻ ശരവണനോട്, നീ ഇപ്പോൾ ദൈവമായിട്ടല്ല മനുഷ്യനായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനാൽ ദൈവത്തിന്റേതായ പവറുകളൊന്നും യൂസ് ചെയ്യാതെ നേർമയോടെ ആ സ്വർണം വാങ്ങി കൊടുക്കണമെന്ന് പറയുന്നു. അതേസമയം കോടതിക്ക് വെളിയിലായി കൺമണി എന്നൊരാളെ കാണിക്കുകയാണ്. ഈ കൺമണി അവിടെ ഉണ്ടായിരുന്ന മുൻ MLAക്കെതിരെ സെക്ഷൽ അസോൾട്ട് കേസ് ഫയൽ ചെയ്തിരുന്നു. എന്നാൽ താൻ കേസ് ഏൽപ്പിച്ച വക്കീലാണെങ്കിൽ ഇതുവരെ ഒരു ഹിയറിംഗിന് പോലും അറ്റൻഡ് ചെയ്യുകയോ കൺമണി കൊടുത്ത തെളിവുകളൊന്നും ഹാജരാക്കുകയോ ചെയ്തിരുന്നില്ല. അതിനാൽ തന്റെ ഇപ്പോഴുള്ള വക്കീലിന്റെ കയ്യിൽ നിന്നും കേസ് ഫയൽ വാങ്ങി പുതിയൊരു വക്കീലിനെ കേസ് ഏൽപ്പിക്കുന്നതിന് വേണ്ടി പുതിയ വക്കീലുമായാണ് കൺമണി ഇപ്പോൾ അവിടേക്ക് വന്നിരിക്കുന്നത്. അതിന് കൺമണിയുടെ പഴയ വക്കീലും കൂട്ടുകാരും ചേർന്ന് പുതിയതായി കേസ് ഏറ്റെടുക്കാൻ വന്ന വക്കീലിന്റെ കാറെല്ലാം അടിച്ചു തകർക്കുകയാണ്. അത് കണ്ട
കണ്ട് പേടിച്ചുപോയ വക്കീൽ അവിടെ നിന്നും ഓടിപ്പോവുകയും ചെയ്തു. ശരിക്കും കൺമണിയുടെ ഈ പഴയ വക്കീൽ ബേബി കണ്ണന്റെ ആളായിരുന്നു. ഈ ബേബി കണ്ണൻ പറഞ്ഞിട്ടാണ് കൺമണിയുടെ കേസ് ആ വക്കീൽ ഏറ്റെടുത്തിരിക്കുന്നതും. കാരണം MLAക്ക് വേണ്ടി വാദിക്കുന്നത് ബേബി കണ്ണനായിരുന്നു. അതേസമയം ബേബി കണ്ണൻ അവിടേക്ക് വന്നിട്ട് കൺമണിയോട് നിന്നെ കൊണ്ട് ഈ കേസ് ഒന്നും നടത്താൻ കഴിയില്ലെന്നും നീ ഓക്കെ പറയുകയാണെങ്കിൽ ആ MLAയുടെ കയ്യിൽ നിന്നും നീ പറയുന്ന പണം ഞാൻ വാങ്ങിത്തരാമെന്നും പറയുന്നു. അതിന് കൺമണി നിന്നെ കണ്ട് ഒന്നോ രണ്ടോ വക്കീലന്മാർ പേടിച്ചോടുമായിരിക്കും, ഇവിടെ ആയിരക്കണക്കിന് വക്കീലന്മാരുണ്ട് എന്ന് പറയുന്നു. അത് കേട്ട ബേബി കണ്ണൻ കൺമണിയുടെ കേസ് ഫയൽ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു തുവാല കൊണ്ട് കെട്ടി അവിടെ വെക്കുകയാണ്. എന്നിട്ട് കൺമണിയോട് നീ പറഞ്ഞ 1000-ലധികം വക്കീലന്മാർ ഇപ്പോഴിവിടെ നിൽപ്പുണ്ട്, ഇവിടെയുള്ള ആരെങ്കിലും ഒരാൾ ഈ കേസ് ഫയൽ എടുക്കുകയാണെങ്കിൽ ആ വക്കീലിനെ വെച്ച് നീ നിന്റെ കേസ് നടത്തിക്കോ എന്ന് പറയുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ആരും തന്നെ ആ കേസ് ഫയൽ എടുത്തതുമില്ല. ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്ന ശരവണനും കാണുന്നുണ്ടായിരുന്നു. അടുത്ത സീനിൽ ശരവണൻ സുകുമാരന്റെയും മകൾ ബിനുവിന്റെയും കൂടെ ട്രെയിനിൽ പോകുന്നതായി കാണിക്കുന്നു. അതേസമയം പ്രീതി ശരവണന്റെ അടുത്തേക്ക് വരികയാണ്. അത് കണ്ട ശരവണൻ പ്രീതിയോട് നീ എന്തിനാണ് എപ്പോഴും എന്റെ അടുത്തേക്ക് വരുന്നത്, നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്നു. അത് കേട്ട പ്രീതി എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ദൈവമേ, ഞങ്ങളുടെ കോടതി ഗൂഗിളിന്റെ ഓഫീസ് പോലെ ഹൈടെക് ആയി മാറണം. കൂടാതെ ഞങ്ങളുടെ കോടതിയിൽ ഇപ്പോൾ 27,000 കേസ് പെൻഡിങ്ങിൽ കിടപ്പുണ്ട്. ആ കേസുകൾ മുഴുവനും തീരണം. പിന്നെ കോടതിയിൽ വരുന്നവരെല്ലാവരും കള്ളം പറയാതെ സത്യം മാത്രം പറയണം. അതെല്ലാം കേട്ട ശരവണനാണെങ്കിൽ പ്രീതിയെ നോക്കി ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത്. അതേസമയം അവർ പോയിക്കൊണ്ടിരുന്ന ട്രെയിനിലേക്ക് ബേബി കണ്ണന്റെ കുറെ ക്രിമിനൽ വക്കീലുകൾ വരികയാണ്. ക്രിമിനൽ വക്കീൽ എന്നാൽ റിയൽ ക്രിമിനൽ ആയിട്ടുള്ള വക്കീലന്മാർ, അതായത് ബേബി കണ്ണന് വേണ്ടി വെട്ടാനും കുത്താനും നടക്കുന്നവർ. അവർ വന്നത് ശരവണനെ വാൺ ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു. ആ ഗുണ്ടകളെ എല്ലാമാണെങ്കിൽ ശരവണൻ ഇടിച്ച് പൊളിക്കുകയും ചെയ്തു. എന്നാൽ സത്യത്തിൽ അവിടെ ഫൈറ്റ് ഒന്നും നടന്നിരുന്നില്ല. അതെല്ലാം പ്രീതിയുടെ വെറും തോന്നല് മാത്രമായിരുന്നു. ശരവണനെ വാൺ ചെയ്യാൻ വന്ന ഗുണ്ടകളാണെങ്കിൽ ശരവണൻ പേടിച്ചിരിക്കുന്നതും കണ്ട് ശരവണനോട് ഇനി ആ കോടതിയിലേക്ക് വന്നേക്കരുത് എന്നും പറഞ്ഞ് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി പോവുകയും ചെയ്തു. അങ്ങനെ ശരവണനും പ്രീതിയും സുകുമാരനും ബിനുവുമെല്ലാം ഭക്ഷണം കഴിക്കാനായി പോവുകയാണ്. എന്നാൽ ബിനു മാത്രമാണെങ്കിൽ തനിക്ക് വിശക്കുന്നില്ല എന്നും പറഞ്ഞ് ഫുഡൊന്നും കഴിക്കാതെ മാറിയിരിക്കുകയാണ്. അത് കണ്ട പ്രീതി ബിനുവിനോട് നിനക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ കോടതിയുടെ അടുത്തൊരു ബിരിയാണി കടയുണ്ട്, അവിടെ നിന്നും ബിരിയാണി പറയട്ടെ, നല്ല സൂപ്പർ ബിരിയാണിയാണ് അവിടുത്തെ എന്ന് പറയുന്നു. അതിന് ബിനുവും അവിടുത്തെ ബിരിയാണി സൂപ്പർ ആണെന്ന് ഞങ്ങൾക്കറിയാം, കഴിഞ്ഞ 4 മാസത്തിനിടയിൽ 2 ലക്ഷം രൂപയാണ് ബിരിയാണിക്ക് മാത്രമായി ഞങ്ങൾ അവിടെ കൊടുത്തത്, അതും ഞങ്ങളുടെ വക്കീലന്മാർക്ക് മാത്രമായി. പക്ഷേ ഞങ്ങൾ ഇതുവരെ അവിടെ നിന്നും ആ ബിരിയാണി കഴിച്ചിട്ടില്ല. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയാമോ, ഞങ്ങളുടെ ഈ കേസെല്ലാം അവസാനിച്ചതിനു ശേഷം ഒരേ ഒരു തവണ അച്ഛന്റെ കൂടെ ആ കടയിൽ ഇരുന്ന് സമാധാനമായിട്ട് ഒരു ബിരിയാണി കഴിക്കണം. അതിന് പ്രീതിയും പോലീസുകാരെങ്ങനെയാണോ നിങ്ങളുടെ സ്വർണം കണ്ടെടുത്തത് അതുപോലെ തന്നെ ആ കോടതിയിൽ നിന്ന് നിങ്ങളുടെ സ്വർണം ഉടൻ തന്നെ കിട്ടുകയും ചെയ്യും. അതിന് ബിനും ആ പോലീസുകാരൊന്നുമല്ല ഞങ്ങളുടെ സ്വർണം കണ്ടുപിടിച്ചു തന്നത്. അതേസമയം സീൻ കട്ടായി അന്ന് പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവം കാണിക്കുകയാണ്. പോലീസുകാർ ആ ഏരിയയിലുള്ള കള്ളന്മാരെ എല്ലാം പിടികൂടിയിട്ട് ഇവരിൽ ആരെങ്കിലുമാണോ ബാഗ് തട്ടിപ്പറിച്ചുകൊണ്ട് പോയതെന്ന് ചെക്ക് ചെയ്യാനായി സുകുമാരനും ബിനുവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നല്ലോ. സ്റ്റേഷനിൽ വന്ന സുകുമാരന്റെ അടുത്ത് അവിടെ ഉണ്ടായിരുന്ന കള്ളന്മാരിലെ 2 പേർ ഞങ്ങളല്ല സാറിന്റെ ബാഗ് എടുത്തത്, ഞങ്ങളെ വെറുതെ ഇവർ അടിക്കുകയാണ് എന്നും പറഞ്ഞ് കരഞ്ഞിരുന്നല്ലോ. അത് കേട്ട സുകുമാരനും നിങ്ങളെ എല്ലാവരെയും പോലീസ് അടിച്ചതിന് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്, ഇനി അവരാരും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല, ആ സ്വർണം വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് വേണം എന്റെ മകളുടെ ഓപ്പറേഷൻ നടത്താൻ, അതിനാൽ ദയവ് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരികെ തരണം, അത് കിട്ടിയില്ലെങ്കിൽ എന്റെ മകളുടെ ജീവൻ നഷ്ടമാകും, അതിനാൽ ദയവ് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരികെ തരണം എന്നും പറഞ്ഞ് കരയുകയാണ്. അതെല്ലാം കണ്ട് മനസ്സലിഞ്ഞ് ആ കള്ളന്മാർ തന്നെയാണ് സുകുമാരന്റെ ബാഗ് തിരികെ കൊടുത്തതും ബിനു പ്രീതിയോട് പറയുകയാണ്, ആ കള്ളന്മാർക്കുണ്ടായിരുന്ന മനസാക്ഷി പോലും ഇവിടെയുള്ള പോലീസുകാർക്കോ വക്കീലന്മാർക്കോ കോടതിക്കോ ഒന്നും തന്നെ ഇല്ല. സീൻ കട്ടായി അടുത്ത ദിവസം കോടതി റൂം കാണിക്കുകയാണ്. സുകുമാരന് വേണ്ടി ശരവണൻ കോടതിയിൽ ഹാജരാകുകയും കഴിഞ്ഞ 4 മാസമായി സുകുമാരൻ തന്റെ സ്വർണത്തിനു വേണ്ടി ഈ കോർട്ടിൽ അലഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും പറയുന്നു. അതിന് ജഡ്ജി സ്വർണത്തിന്റെ ശരിയായ പ്രൂഫുകൾ ഉണ്ടായിരുന്നെങ്കിൽ സ്വർണം അന്ന് തന്നെ കിട്ടിയേനെ എന്നും അതോടൊപ്പം കോടതിയിൽ വന്ന സുകുമാരന്റെ മകൾ ബിനുവിനെ നോക്കി ഒരു കോടതിയിലേക്ക് വരുമ്പോൾ ഇതുപോലെയുള്ള സ്ലീവ്ലെസ് ആയ ഉടുപ്പുകളാണോ ഇട്ടിട്ട് വരണ്ടേ എന്നും ചോദിക്കുന്നു. അത് കേട്ട് സകല നിയന്ത്രണം പോയ ബിനു ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആ പ്രശ്നമൊന്നും കാണാതെ എന്റെ ഉടുപ്പിന്റെ സ്ലീവ് ഇല്ലാത്തതാണ് ഒരു പ്രശ്നമായിട്ട് കണ്ടതെങ്കിൽ പ്രശ്നമുള്ളത് എന്റെ ഡ്രസ്സിനല്ല നിങ്ങളുടെ കണ്ണുകൾക്കാണ് എന്ന് പറയുന്നു. അത് കേട്ട് കലിപ്പായ ജഡ്ജി ആണെങ്കിൽ കോടതിയിൽ അപമര്യാദയായി പെരുമാറി എന്ന കാരണത്താൽ അവിടെ ഉണ്ടായിരുന്ന ജയിലിൽ ബിനുവിനെ ഇന്നത്തെ ദിവസം മുഴുവൻ അടച്ചിടാനും പറയുന്നു. ജയിലിൽ അടയ്ക്കപ്പെട്ട ബിനു ആണെങ്കിൽ അവിടെ വെച്ച് രക്തം ഒമറ്റ് ചെയ്യാനും തുടങ്ങി. അങ്ങനെ ബിനുവിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം ഡോക്ടർ ബിനുവിന് എത്രയും വേഗം ഓപ്പറേഷൻ നടത്തണമെന്നും അതിനുള്ള പണം അറേഞ്ച് ചെയ്യാനും പറയുന്നു. അത് കേട്ട ശരവണനും പ്രീതിയും ജഡ്ജിയുടെ വീട്ടിലേക്ക് പോയി എത്രയും വേഗം ആ സ്വർണം വേണമെന്നും എമർജൻസി ആണെന്നും പറഞ്ഞു നോക്കുന്നു. എന്നാൽ കലിപ്പിലായിരുന്ന ജഡ്ജി ആണെങ്കിൽ അവരെ അവിടെ നിന്നും പറഞ്ഞു വിടുകയും ചെയ്തു. അടുത്ത ദിവസം
ശേഷം ശരവണൻ കോടതിയിൽ സ്വർണത്തിന്റെ പ്രൂഫ് എല്ലാം ഹാജരാക്കി സ്വർണം തിരികെ തരാൻ ആവശ്യപ്പെടുന്നു. അതിന് ജഡ്ജി ശരവണനോട് നീ ഇതുവരെ ഈ കോടതിയിൽ വെച്ച് എന്നെ യുവർ ഓണർ എന്നോ മൈ ലോർഡ് എന്നോ വിളിച്ചിട്ടില്ല, അതിനെല്ലാം എന്നോട് ക്ഷമ ചോദിച്ചാൽ സ്വർണം തിരികെ തരാമെന്ന് പറയുന്നു. അത് കേട്ട ശരവണൻ സ്വർണം തിരികെ ലഭിക്കുന്നതിനായി സോറി മൈ ലോർഡ് എന്ന് പറയുന്നു. അങ്ങനെ സുകുമാരന്റെ സ്വർണം കോടതിയിൽ നിന്നും തിരികെ കിട്ടുകയും ചെയ്തു. അത് കണ്ട് സുകുമാരന് വളരെയധികം സന്തോഷമായി. എന്നാൽ ആ സന്തോഷത്തിന് അധികം ആയുസുണ്ടായിരുന്നില്ല. ആശുപത്രിയിൽ നിന്നും സുകുമാരന്റെ മകൾ മരിച്ചുപോയെന്നുള്ള വാർത്ത സുകുമാരൻ അറിയുകയാണ്. അത് കേട്ട് സുകുമാരന്റെ സകല നിയന്ത്രണവും പോയി. സുകുമാരൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയാണ്. അതോടൊപ്പം തന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണം അവിടെ വലിച്ചെറിഞ്ഞ് കരഞ്ഞുകൊണ്ട് സുകുമാരൻ അവിടെ നിന്നും പോവുകയാണ്. അതേസമയം ബേബിക്കണ്ണൻ ശരവണന്റെ അടുത്തേക്ക് വന്നിട്ട് ആ പെൺകുട്ടിയുടെ മരണം എന്റെ അക്കൗണ്ടിൽ വരില്ല, ആ പെൺകുട്ടി മരിക്കാനുള്ള കാരണം നീയാണ്, നേർമയുടെ വഴിയെ പോകാതെ ആ ജഡ്ജിക്ക് ഒരു 10-20 കൈക്കൂലി കൊടുത്തിരുന്നെങ്കിൽ സ്വർണം നേരത്തെ തന്നെ കിട്ടുകയും ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാനും കഴിയുമായിരുന്നു. ഇതോടെ നമ്മുടെ ബെറ്റും അവസാനിച്ചിരിക്കുകയാണ്. ഈ കോടതിക്കുന്ന ചില നിയമങ്ങളുണ്ട്, ദൈവം നേരിട്ട് വന്നാൽ പോലും അതൊന്നും മാറ്റാൻ കഴിയുകയില്ല. ഇത് എന്റെ കോടതിയാണ്, ഇവിടെ എന്ത് നടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും, അതിനാൽ ഇവിടെ നിന്നും തിരികെ പോയിക്കോളാൻ പറയുന്നു. അതേസമയം മുൻ MLAക്കെതിരെ സെക്ഷൽ അസാൾട്ട് കേസ് കൊടുത്ത കൺമണിയെ കാണിക്കുകയാണ്. കൺമണി തന്റെ വക്കീലിന്റെ അടുത്തേക്ക് വന്ന് തന്റെ കേസ് ഫയൽ തിരികെ വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. ആ വക്കീലാണെങ്കിൽ അന്ന് ചെയ്തതുപോലെ തന്നെ ആ കേസ് ഫയൽ അവിടെ വെച്ചിട്ട് ഈ കേസ് ഫയൽ ഇവിടെ നിന്നും ഏതെങ്കിലും വക്കീൽ എടുക്കുകയാണെങ്കിൽ ആ വക്കീലിനെ വെച്ച് നീ നിന്റെ കേസ് വാദിച്ചോളാൻ പറയുകയാണ്. അത് കണ്ട ശരവണൻ വക്കീലിന്റെ വേഷത്തിലുള്ള കറുപ്പൻ വന്ന് ആ കേസ് ഫയൽ എടുക്കുകയാണ്. അതിൽ കലിപ്പായ കൺമണിയുടെ വക്കീലും ആൾക്കാരും ചേർന്ന് ശരവണനെ അടിക്കാനായി വരികയാണ്. എന്നാൽ നമ്മുടെ ശരവണൻ അവരെയെല്ലാം അങ്ങ് കാലാപുരിക്ക് അയക്കുകയും ചെയ്തു. ശരവണൻ ആ കേസ് ഫയൽ ഈ സിനിമയിലെ നായികയായ പ്രീതിയെയാണ് ഏൽപ്പിച്ചത്. അങ്ങനെ കൺമണി പ്രീതിയുടെ അടുത്ത് വന്ന് തന്റെ കേസിനെ കുറിച്ച് പറയുകയാണ്. മുൻ MLA VM പാണ്ഡ്യൻ മിനിസ്റ്റർ ആയിരുന്ന സമയം VM പാണ്ഡ്യന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു കൺമണി. ആ സമയം ഈ MLA കൺമണിയുടെ ദേഹത്ത് തോണ്ടുകയും പിടിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. എങ്കിലും MLAക്ക് തന്റെ അച്ഛന്റെ പ്രായമുള്ളതിനാൽ തന്നെ കൺമണി അതൊന്നും വലിയ കാര്യമാക്കിയതുമില്ല. എന്നാൽ ഒരു ദിവസം ജോലിയുടെ ആവശ്യത്തിനായി കൺമണിയും MLAയുടെ കൂടെ ഡൽഹിയിലേക്ക് പോയിരുന്നു. അവിടെ വെച്ച് ഈ MLA VM പാണ്ഡ്യൻ കൺമണിയെ റേപ്പ് ചെയ്യുകയും ചെയ്തു. തിരികെ വന്ന കൺമണിയാണെങ്കിൽ പോലീസിൽ പരാതി കൊടുത്തതാണ്. പോലീസുകാർ കേസ് ഫയൽ ചെയ്തില്ല എന്ന് മാത്രമല്ല കൺമണിയെ ഭയപ്പെടുത്തി വീണ്ടും ആ MLAയുടെ അടുത്തേക്ക് തന്നെ ജോലിക്ക് അയക്കുകയും ചെയ്തു. അതിനുശേഷം അടുത്ത ഇലക്ഷനിൽ ആ MLAയുടെ പാർട്ടി തോറ്റതിനു ശേഷമാണ് കൺമണി ഒരു വക്കീലിനെ കണ്ട് കേസ് ഫയൽ ചെയ്തതും. ആ വക്കീലന്മാരെല്ലാം MLA VM പാണ്ഡ്യന്റെ ആൾക്കാരായിരുന്നു. അവർ ഇത്രയും നാളും കേസ് നടത്താതെ കൺമണിയെ പറ്റിക്കുകയും ചെയ്തു. അടുത്ത ദിവസം കൺമണിയുടെ കേസ് കോടതിയിൽ ആരംഭിക്കുകയാണ്. കൺമണിക്ക് നടന്ന എല്ലാ കാര്യങ്ങളും പ്രീതി കോടതിയിൽ അറിയിക്കുകയാണ്. MLA VM പാണ്ഡ്യന് വേണ്ടി ഹാജരായ ബേബിക്കണ്ണൻ വക്കീല് സംഭവം നടന്ന 5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് കൺമണി കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അതിനാൽ ഇതൊരു കള്ളക്കേസാകാനാണ് സാധ്യത. മാത്രവുമല്ല കൺമണി പറഞ്ഞിരിക്കുന്നത് MLA തന്റെ ഡൽഹിയിലുള്ള വീട്ടിലെ സെക്കൻഡ് ഫ്ലോറിൽ വെച്ചാണ് കൺമണിയെ റേപ്പ് ചെയ്തിരിക്കുന്നതെന്നാണ്. കൺമണി ഈ സംഭവം നടന്നുവെന്ന് പറയുന്നതിന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ MLAയുടെ 2 മുട്ടിനും ഓപ്പറേഷൻ ചെയ്തിട്ടുള്ളതാണ്. അതിനാൽ തന്നെ MLAക്ക് സ്റ്റെപ്പുകളൊന്നും കയറാനും കഴിയുകയില്ല. പിന്നെ എങ്ങനെയാണ് സെക്കൻഡ് ഫ്ലോറിൽ പോയി കൺമണിയെ റേപ്പ് ചെയ്യുക എന്നും പറഞ്ഞ് MLAയുടെ മുട്ടിന്റെ ഓപ്പറേഷന്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് ജഡ്ജിക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം കൺമണിയുടെ പേരിലുള്ള ഒരു വോയിസ് ക്ലിപ്പും ബേബിക്കണ്ണൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. എന്നാൽ പെട്ടെന്ന് ബേബിക്കണ്ണൻ എന്തൊക്കെയോ ചില മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ബേബിക്കണ്ണൻ ഇപ്പോൾ കള്ളം പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ബേബിക്കണ്ണന്റെ കൺട്രോൾ ഇല്ലാതെ തന്നെ ബേബിക്കണ്ണന്റെ വായിൽ നിന്നും ആ കേസിനെ കുറിച്ചുള്ള സത്യങ്ങൾ വരാൻ തുടങ്ങി. കൺമണി 5 വർഷത്തിനു ശേഷം ഈ കേസ് ഫയൽ ചെയ്യാനുള്ള കാരണം MLA കഴിഞ്ഞ 5 വർഷമായി ഭരണകക്ഷിയിലെ ആളായിരുന്നുവെന്നും അതിനാൽ കൺമണിയുടെ കേസ് പോലീസുകാർ ഫയൽ ചെയ്യാതെ തള്ളിയതാണെന്നും അതുമാത്രമല്ല MLAയുടെ മുട്ടിന്റെ ഓപ്പറേഷൻ ഒന്നും നടന്നിട്ടില്ലെന്നും മുട്ടിന് ഓപ്പറേഷൻ ചെയ്തു എന്ന പേരിൽ കോടതിയിൽ സമർപ്പിച്ച സർട്ടിഫിക്കറ്റ് വ്യാജ സർട്ടിഫിക്കറ്റ് ആണെന്നും കൺമണിയുടെ പേരിൽ തന്ന വോയിസ് ക്ലിപ്പ് AI ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തതാണെന്നും എല്ലാം പറയുന്നു. അതായത് കഴിഞ്ഞ തവണ പ്രീതി കറുപ്പുസ്വാമിയോട് തങ്ങളുടെ കോടതി ഗൂഗിൾ ഓഫീസ് പോലെയുള്ള വലിയൊരു കോടതിയാകണമെന്നും കോടതിയിൽ വരുന്ന ആർക്കും കള്ളം പറയാൻ കഴിയരുതെന്നും കോടതിയിലുള്ള 27,000 കേസും ഒറ്റ കേസ് പോലുമില്ലാതെ തീർന്നു പോകണമെന്നും പ്രാർത്ഥിച്ചിരുന്നല്ലോ. പ്രീതിയുടെ പ്രാർത്ഥന കേട്ട കറുപ്പുസ്വാമി ഇപ്പോൾ പ്രീതിയുടെ ആഗ്രഹം പോലെ തന്നെ കോടതിയിൽ വരുന്ന ആർക്കും കള്ളം പറയാൻ കഴിയാത്ത വിധം ആക്കി തീർത്തിരിക്കുകയാണ്. അതിനാലാണ് കോടതിക്കുള്ളിൽ വെച്ച് ബേബിക്കണ്ണന് കള്ളം പറയാൻ കഴിയാതിരുന്നതും. ബേബിക്കണ്ണൻ പറയുന്നതെല്ലാം കേട്ട ജഡ്ജിയാണെങ്കിൽ ബേബിക്കണ്ണനെ ആ കോടതിയിൽ നിന്നും പുറത്താക്കുകയാണ്. അതിൽ കലിപ്പായ ബേബിക്കണ്ണൻ ജഡ്ജിയോട് എന്നെ കോടതിയിൽ നിന്നും പുറത്താക്കിയാൽ നമ്മൾ തമ്മിലുള്ള സകല ഡീറ്റെയിൽസും ഞാൻ എല്ലാവരെയും അറിയിക്കുമെന്നും പറയുന്നു. എന്നാൽ കോടതിക്ക് വെളിയിൽ വന്ന ബേബിക്കണ്ണൻ നോർമൽ ആവുകയാണ്. അതായത് ആ കോടതിക്കുള്ളിൽ വെച്ച് ഇനി ആർക്കും കള്ളം പറയാൻ കഴിയുകയില്ല. അതേസമയം ശരവണൻ ബേബിക്കണ്ണന്റെ അടുത്തേക്ക്
അടുത്തേക്ക് വന്നിട്ട് ഇനി മുതൽ ഈ കോടതി നിന്റെ കൺട്രോളിലല്ല, എന്റെ കൺട്രോളിലാണ് എന്ന് പറയുന്നു. അതേസമയം കോടതിക്കകത്ത് വെച്ച് ബേബിക്കണ്ണൻ ജഡ്ജിയെ കുറിച്ച് പറഞ്ഞതിനെ തുടർന്ന് ജഡ്ജിയുടെ വീട്ടിൽ പോലീസ് റെയ്ഡ് വരികയും ചെയ്തു. ബേബിക്കണ്ണനെ കൊണ്ട് പണി കിട്ടിയ ജഡ്ജിയും MLA VM പാണ്ഡ്യനും ഒന്നു ചേർന്ന് ബേബിക്കണ്ണനെ ഇല്ലാതാക്കാനായി ആളെ അയക്കുകയാണ്. അതേസമയം തന്നെ ആ കോടതിക്കുള്ളിൽ വെച്ച് ആർക്കും കള്ളം പറയാൻ കഴിയുകയില്ല എന്നുള്ള വാർത്ത എല്ലാവരും അറിയാനും തുടങ്ങി. അതിനെല്ലാം കാരണം ആ കോടതി കോമ്പൗണ്ടിനുള്ളിലുള്ള ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ കറുപ്പുസ്വാമിയാണെന്ന് എല്ലാവരും വിശ്വസിക്കുകയും ചെയ്തു. ആ കോടതിക്കുള്ളിൽ കള്ളം പറയാൻ കഴിയുകയില്ല എന്നതുപോലെ തന്നെ ആ കറുപ്പുസ്വാമി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ വെച്ച് ആരെ കൊണ്ടും തെറ്റുകളൊന്നും ചെയ്യാൻ സാധിക്കാതെയുമായി. അതിനാൽ കോടതിയിലേക്ക് പുതിയ കേസുകളൊന്നും വരാതെയുമായി. അതിനാൽ തന്നെ കോടതിയിൽ പെൻഡിംഗിൽ ഉണ്ടായിരുന്ന പഴയ കേസുകളെല്ലാം പതിയെ പതിയെ തീരാനും തുടങ്ങി. അതായത് പ്രീതി കറുപ്പുസ്വാമിയോട് പറഞ്ഞ 3 കാര്യങ്ങളിൽ രണ്ടാമത്തേതായിരുന്നു കോടതിയിൽ പെൻഡിംഗിൽ കിടക്കുന്ന പഴയ കേസുകളെല്ലാം തീരണമെന്നുള്ളത്. അതായിരുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നതും. അതായത് പുതിയ കേസുകൾ വന്നാലല്ലേ പഴയ കേസുകൾ പെൻഡിംഗിൽ കിടക്കൂ. അതിനാൽ കറുപ്പുസ്വാമിയുടെ ശക്തിയിൽ തന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലുള്ള ആർക്കും തന്നെ തെറ്റുകളൊന്നും ചെയ്യാൻ സാധിക്കാതെയുമായി. അങ്ങനെ പുതിയ കേസുകളൊന്നും തന്നെ വരാതെയുമായി. അതേസമയം ബേബിക്കണ്ണൻ വക്കീലിനെ കാണിക്കുകയാണ്. ബേബിക്കണ്ണൻ പോയിക്കൊണ്ടിരുന്ന കാറിനെ ഇപ്പോൾ ഒരു ലോറി വന്ന് ഇടിച്ചു തെറിപ്പിക്കുകയാണ്. ആ ലോറിയിൽ ഉണ്ടായിരുന്നത് ജഡ്ജിയും MLA പാണ്ഡ്യനും ബേബിക്കണ്ണനെ തീർക്കാനായി പറഞ്ഞുവിട്ട ആളുകളായിരുന്നു. ഇടികൊണ്ട് തെറിച്ചുപോയ ബേബിക്കണ്ണൻ ചെന്ന് വീണത് കറുപ്പുസ്വാമിയുടെ ക്ഷേത്രപരിധിക്കുള്ളിലായിരുന്നു. MLAയുടെയും ജഡ്ജിയുടെയും ആളുകൾ ബേബിക്കണ്ണനെ കൊല്ലാനായി വരികയാണ്. അവരും ക്ഷേത്രപരിധിക്കുള്ളിൽ കടന്നതും അവരെ കൊണ്ടും തെറ്റുകളൊന്നും ചെയ്യാൻ സാധിക്കാതെയായി. അതിനാൽ തന്നെ അടികൊണ്ട് വീണ ബേബിക്കണ്ണനെയും എടുത്ത് അവർ ആശുപത്രിയിലേക്ക് പോവുകയാണ്. ബേബിക്കണ്ണനെ കൊണ്ട് ക്ഷേത്രപരിധിയുടെ പുറത്തേക്ക് വന്നതും അവരുടെ സ്വഭാവം വീണ്ടും മാറുകയാണ്. അവർ വീണ്ടും ബേബിക്കണ്ണനെ കൊല്ലാനായി തുടങ്ങുകയാണ്. അതെല്ലാം കണ്ട ബേബിക്കണ്ണനാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ ബേബിക്കണ്ണൻ ജഡ്ജിയുടെ അടുത്ത് വന്ന് ആ കാര്യങ്ങളെല്ലാം പറയുകയാണ്. ജഡ്ജിക്കാണെങ്കിൽ ആ കാര്യങ്ങളൊന്നും കേട്ടിട്ട് വിശ്വാസം വന്നതുമില്ല. അതിനാൽ ബേബിക്കണ്ണൻ ജഡ്ജിയെയും കുറെ ആളുകളെയും കൂട്ടി പ്രീതിയുടെ കാറിന് പുറകെ പോവുകയാണ്. കാരണം പ്രീതിയുടെ കൂടെ കാറിൽ ശരവണൻ വക്കീലും ഉണ്ടായിരുന്നു. അതായത് ഈ ശരവണൻ വക്കീല് കറുപ്പുസ്വാമിയാണെന്നുള്ള കാര്യം പ്രീതിയെ പോലെ തന്നെ ബേബിക്കണ്ണനും അറിയാമായിരുന്നു. അങ്ങനെ ശരവണൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വലിയ വെട്ടരുവ കത്തിവെച്ച് തങ്ങളുടെ വണ്ടിയുടെ പുറകെ വന്നുകൊണ്ടിരുന്ന വില്ലന്മാരുടെ ഒരു വണ്ടി നടുവെ വെട്ടി പൊളക്കുകയാണ്. അത് കണ്ട ജഡ്ജിക്കും ബേബിക്കണ്ണൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. അതിനാൽ ജഡ്ജി ബേബിക്കണ്ണനോട് ഇനി ആ കോർട്ടിൽ ഇരുന്ന പണി കിട്ടുമെന്നും താൻ വേറെ കോടതിയിലേക്ക് സ്ഥലം മാറി പോവുകയാണെന്നും പറയുന്നു. അത് കേട്ട ബേബിക്കണ്ണൻ നമ്മൾ ഈ കോടതി വിട്ട് എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഈ കറുപ്പുസ്വാമിക്ക് ഈ ക്ഷേത്രപരിധിയിലുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ശക്തി ഉണ്ടാവുകയുള്ളൂ. അതിനാൽ നമ്മുടെ കോടതി ഈ ക്ഷേത്രപരിധിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് മാറ്റിയാൽ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. അതിന് ജഡ്ജി ബേബിക്കണ്ണനോട് നമ്മുടെ കോടതിയുടെ റൂഫ് പോയിട്ട് വർഷങ്ങളായി, അതൊന്ന് ശരിയാക്കി തരാൻ സർക്കാരിനെ അറിയിച്ചിട്ട് ഇതുവരെ നടത്തി തന്നിട്ടില്ല. അങ്ങനെയുള്ള നമുക്കിനി കോടതിയൊന്നും മാറ്റാൻ കഴിയുകയില്ല. ഞാൻ വേറെ കോടതിയിലേക്ക് പോവുകയാണ് എന്നും പറഞ്ഞ് അവിടെ നിന്നും പോവാൻ തുടങ്ങുകയാണ്. അത് കേട്ട ബേബിക്കണ്ണൻ ജഡ്ജിയോട് പോകുന്നതിന് മുമ്പ് എനിക്കൊരു സഹായം കൂടി ചെയ്തിട്ട് പോകാമോ എന്ന് ചോദിക്കുകയാണ്. അതേസമയം കോടതി റൂം കാണിക്കുകയാണ്. ആ കോടതിയിലാണെങ്കിൽ ജഡ്ജിയുടെ മുകളിലേക്ക് റൂഫ് ഇടിഞ്ഞു വീണ് ജഡ്ജി മരണപ്പെടുകയും ചെയ്തു. അതായത് ശരിക്കും ജഡ്ജി റൂഫ് ഇടിഞ്ഞു വീണ് മരിച്ചതായിരുന്നില്ല. ബേബിക്കണ്ണൻ വക്കീല് ജഡ്ജിയെ കൊലപ്പെടുത്തിയതിനു ശേഷം ആ കോടതിക്കുള്ളിൽ കൊണ്ടുവന്നിട്ടിട്ട് ആ കോടതിയുടെ റൂഫ് തകർത്ത് ജഡ്ജിയുടെ മേലെ ഇടുകയും ചെയ്തു. അതിനുശേഷം കോടതിക്കകത്ത് പോലും വക്കീലന്മാർക്ക് സുരക്ഷയില്ല എന്നും പറഞ്ഞ് തന്റെ ആളുകളെല്ലാം ചേർത്ത് ബേബിക്കണ്ണൻ ഒരു സമരം നടത്തുകയും ചെയ്തു. അവസാനം ഗവൺമെന്റ് അവിടെ ഉണ്ടായിരുന്ന ഒരു IT പാർക്കിലേക്ക് ടെമ്പററി ആയി കോടതി മാറ്റുകയും ചെയ്തു. ഇപ്പോൾ കോടതി വരാൻ പോകുന്ന IT പാർക്ക് ശരിക്കും കറുപ്പുസ്വാമിയുടെ ക്ഷേത്രപരിധിക്ക് പുറത്തായിരുന്നു. അതിനാൽ തന്നെ കറുപ്പുസ്വാമിക്ക് അവിടെ പോയി യാതൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. എന്തായാലും പ്രീതി കറുപ്പുസ്വാമിയോട് ചോദിച്ച 3ാമത്തെ ആഗ്രഹവും സാധിച്ചിരിക്കുകയാണ്. അതായത് തങ്ങളുടെ കോടതി IT പാർക്ക് പോലെയുള്ള വലിയൊരു ഓഫീസായി മാറണമെന്നുള്ള പ്രീതിയുടെ ആഗ്രഹം നടന്നിരിക്കുകയാണ്. താൻ വിചാരിച്ചതുപോലെ കോടതി വലിയ ഡെവലപ്പ് ആയെങ്കിലും പ്രീതിക്ക് അതിൽ വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴുള്ള കോടതി കറുപ്പുസ്വാമിയുടെ ക്ഷേത്രപരിധിക്ക് പുറത്തായതിനാൽ തന്നെ കറുപ്പുസ്വാമിക്ക് അവിടെ യാതൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം പ്രീതിക്ക് അറിയാമായിരുന്നു. പുതിയ കോടതി ഇപ്പോൾ ബേബിക്കണ്ണന്റെ കൺട്രോളിലാണുള്ളത്. ആ കോടതിയിൽ എന്ത് നടക്കണമെന്ന് തീരുമാനിച്ചിരുന്നതും ബേബിക്കണ്ണൻ തന്നെയായിരുന്നു. അങ്ങനെ കോടതി ആരംഭിച്ചു. പുതിയ കോടതിയിലെ ആദ്യത്തെ കേസ് കൺമണിയുടെ കേസ് തന്നെയായിരുന്നു. MLAയുടെ വക്കീലായ ബേബിക്കണ്ണൻ പുതിയതായി വന്ന ജഡ്ജിയോട് ഈ കേസിനെ കുറിച്ചുള്ള തന്റെ തെളിവുകളെല്ലാം സ്റ്റേറ്റ്മെന്റ് ആയി ഈ ഫയലിൽ വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് ഒരു ഫയൽ ജഡ്ജിയുടെ കയ്യിൽ കൊടുത്തിട്ട് അതിൽ പ്രധാന തെളിവ് പേജ് നമ്പർ 5 ഉണ്ടെന്ന് പറയുന്നു. സത്യത്തിൽ പേജ് നമ്പർ 5 ഉണ്ടായിരുന്നത് ആ കേസിന് വേണ്ടി MLA ഓഫർ ചെയ്ത കൈക്കൂലിയായിരുന്നു. അതെല്ലാം കേട്ട പ്രീതി ജഡ്ജിയോട് എനിക്കിന്നൊരു പ്രധാന
സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് പേജ് നമ്പർ 6-ലാണുള്ളതെന്ന് പറയുന്നു. അത് കേട്ട ജഡ്ജിയും 6-ാം നമ്പർ പേജ് എടുത്ത് നോക്കുകയാണ്. ആ പേജ് കണ്ടതും ജഡ്ജിയെ വേർത്തൊഴുകാൻ തുടങ്ങി. ഉടൻ തന്നെ ജഡ്ജി കൺമണി കേസിന്റെ വിധി പ്രഖ്യാപിക്കുകയാണ്. MLA കൺമണിയെ റേപ്പ് ചെയ്തതാണെന്ന് തെളിയിക്കപ്പെട്ടെന്നും MLAക്ക് 3 വർഷം ജയിൽ ശിക്ഷയും കൂടാതെ കോമ്പൻസേഷനായി 75 ലക്ഷം രൂപയും വിധിച്ചു. അതോടൊപ്പം തന്നെ ജഡ്ജിക്ക് കൈക്കൂലി കൊടുക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ ബേബിക്കണ്ണനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും അന്വേഷണം തീരുന്നവരെ ബേബിക്കണ്ണൻ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ലെന്നും വിധിക്കുന്നു. അത് കേട്ട ബേബിക്കണ്ണൻ പ്രീതിയുടെ അടുത്ത് വന്ന് ഞാൻ കൊടുത്തതിനേക്കാൾ കൂടുതൽ കൈക്കൂലി നീ ജഡ്ജിക്ക് കൊടുത്തുവല്ലേ എന്ന് ചോദിക്കുന്നു. അതിന് പ്രീതി ബേബിക്കണ്ണനോട് നീ ഈ കോടതിക്ക് പുറത്തേക്ക് പോയി നോക്കിയാൽ കാര്യം എന്താണെന്ന് മനസ്സിലാകും എന്ന് പറയുന്നു. അങ്ങനെ ബേബിക്കണ്ണൻ കോടതിക്ക് പുറത്ത് വന്ന് നോക്കുമ്പോഴതാ ആ കോടതിക്ക് പുറത്തായി കോടതിയുടെ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ കറുപ്പുസ്വാമിയുടെ ഒരു ക്ഷേത്രവും പണിതിരിക്കുന്നു. പഴയ കോടതിക്കടുത്തുള്ള ക്ഷേത്രത്തിലെ കറുപ്പുസ്വാമിയുടെ ശക്തിയെക്കുറിച്ച് അറിയാവുന്ന നാട്ടുകാർ ഈ ക്ഷേത്രത്തിലും വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരുന്നു. പ്രീതി ശരിക്കും ജഡ്ജിയോട് 6-ാം നമ്പർ പേജിൽ ഈ കേസിനെ കുറിച്ചുള്ള ഒരു വലിയ തെളിവുണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ. 6-ാം നമ്പർ പേജിൽ വലിയൊരു അരിവാളും വരച്ച് കറുപ്പുസ്വാമി തുണെ എന്നായിരുന്നു എഴുതിയിരുന്നത്. അത് കണ്ട് ഭയന്നിട്ട് തന്നെയാണ് ജഡ്ജി ശരിക്കുള്ള തീർപ്പ് കൽപ്പിച്ചതും. പുതിയ സ്ഥലത്ത് കറുപ്പുസ്വാമിയുടെ ശക്തിയില്ല എങ്കിലും കറുപ്പുസ്വാമിയോടുള്ള പേടി ജനങ്ങളുടെ എല്ലാം ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പുതിയ കോടതിക്ക് വെളിയിലും കറുപ്പുസ്വാമിയുടെ ക്ഷേത്രം കണ്ട ജനങ്ങളെല്ലാവരും പേടിയോടെയും ഭക്തിയോടെയും അവിടെ വന്ന് പ്രാർത്ഥിച്ചതും. അതേസമയം ബേബിക്കണ്ണൻ അവിടെ ഉണ്ടായിരുന്ന ശരവണന്റെ അടുത്തേക്ക് വന്നിട്ട് നിനക്ക് ഈ ഏരിയയിൽ ശക്തിയില്ല എന്നുള്ള കാര്യം എനിക്കറിയാവുന്നതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ ജനങ്ങളെയും ഞാൻ അറിയിക്കാൻ പോവുകയാണ്. അതോടെ ഈ ജനങ്ങളെല്ലാവരും പഴയതുപോലെ ആയിക്കോളും. അതിന് ശരവണനും ഈ സ്ഥലത്തിന്റെ ശരിക്കുള്ള ശക്തി എന്താണെന്ന് ചെറുതായിട്ട് ഇവിടെയുള്ള ജനങ്ങളെ ഒന്ന് കാണിച്ചാൽ മതി. പിന്നീട് ഇവിടെയുള്ള ആരും തന്നെ ഒരു തെറ്റും ചെയ്യുകയില്ല എന്നും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. അതേസമയം അന്ന് വൈകിട്ട് അവിടെ പുതിയ കോടതിയുടെ ഉദ്ഘാടനാഘോഷം നടക്കുകയാണ്. അതേസമയം കലിപ്പുമോട് ഓണായ ബേബിക്കണ്ണൻ തന്റെ ആളുകളെയും കൂട്ടിക്കൊണ്ടുവന്ന് ആ പാർട്ടിക്ക് വന്നിട്ടുള്ള എല്ലാവരെയും അടിക്കുകയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരോടും പറയുകയാണ് നിങ്ങളുടെ എല്ലാം കറുപ്പുസ്വാമിക്ക് ആ പഴയ ക്ഷേത്രപരിധിക്കുള്ളിൽ മാത്രമേ ശക്തിയുള്ളൂ. ഇത് എന്റെ കോടതിയാണ്. ഇവിടെ ഒരു കറുപ്പുസ്വാമിക്കും വരാൻ കഴിയുകയില്ല എന്ന് പറയുന്നു. അതേസമയം അവിടേക്ക് ഒരു IPS ഓഫീസർ വരികയാണ്. IPS ദൊരൈസിംഗമായിരുന്നു അത്. പുതിയ ഏരിയയിലെ കറുപ്പുസ്വാമിയായ കാവൽ കറുപ്പുസ്വാമിയായിരുന്നു ആ ദൊരൈസിംഗത്തിന്റെ വേഷത്തിൽ വന്നിരിക്കുന്നത്. ദൊരൈസിംഗം അവിടെ ഉണ്ടായിരുന്ന ബേബിക്കണ്ണന്റെ ആളുകളെയെല്ലാം അടിച്ചു വീഴ്ത്തുകയാണ്. അത് കണ്ട ബേബിക്കണ്ണൻ അവിടെ ഉണ്ടായിരുന്ന പ്രീതിയുടെ കഴുത്തിൽ കത്തിവെച്ച് ദൊരൈസിംഗത്തിനെ പേടിപ്പിക്കുകയാണ്. അത് കണ്ട ദൊരൈസിംഗം വിരലൊന്നും ഞൊടിച്ചതും പെട്ടെന്ന് അവിടെ മുഴുവൻ മാറിപ്പോവുകയാണ്. അതോടൊപ്പം അതാ ദൊരൈസിംഗത്തിന്റെ സ്ഥാനത്ത് ശരിക്കുള്ള കറുപ്പുസ്വാമി നിൽക്കുന്നു. അത് കണ്ട ബേബിക്കണ്ണൻ അറിയാതെ തന്നെ പ്രീതിയുടെ കഴുത്തിൽ നിന്നും കത്തിയെടുക്കുകയാണ്. കറുപ്പുസ്വാമി ബേബിക്കണ്ണനോട് നിനക്ക് നന്നാകാനുള്ള അവസാന ചാൻസും തീർന്നു എന്നും പറഞ്ഞ് ബേബിക്കണ്ണന്റെ തലയറുത്തു മാറ്റുകയാണ്. അതിനുശേഷം കറുപ്പുസ്വാമി അവിടെ ഉണ്ടായിരുന്ന വക്കീലുമാരോടെല്ലാവരോടും നീതിക്ക് വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ജനങ്ങളെ എന്റെ അടുത്തേക്ക് വരാതെ നോക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. അങ്ങനെ അവർ എന്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ ഇനിയും വരേണ്ടി വരും. ഇതോടെ ഈ സിനിമയും അവസാനിക്കുകയാണ്. കൂട്ടുകാർക്കെല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഏതെങ്കിലും സിനിമയുടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.